വിശദമായ വാർത്തയിലേക്ക്. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. അന്ന് തന്നെ പോലീസ് ആദ്യമേ പറഞ്ഞ കാര്യം നന്നായി കുടുംബത്തെ അടുത്തറിയാവുന്ന ആളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിൽ അയൽവാസി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കേസിൽ തുടക്കത്തിൽ തന്നെ പോലീസ് സംശയിച്ചിരുന്നു. അതായത് അയൽവാസിയായ അല്ലെങ്കിൽ ഈ വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കും ഈ കവർച്ച നടത്തിയെന്ന്. ഏതായാലും ആ നിഗമനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും മന്നയിലെ അരി മൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലെ കവർച്ച, അതായത് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും കവർച്ച ചെയ്ത കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. അയൽവാസിയായ ലിജീഷാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടക്കത്തിൽ 3 പേരാണ് ഈ മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറഞ്ഞതെങ്കിൽ പിന്നീട് അത് 2 പേരെന്നും ഏറ്റവും ഒടുവിലായി ഒരാളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് എത്തുകയായിരുന്നു. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കവർച്ച ചെയ്ത 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇയാളുടെയും വീട്. അതായത് ഈ വീടുമായി കൃത്യമായി അറിയുന്ന, ഈ വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ലിജീഷ്. തുടക്കത്തിൽ പോലീസ് ഇയാളെ സംശയിച്ചിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ഒക്കെ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് വിരലടയാളമാണ്. വിരലടയാളത്തിൽ ഇയാളുടെ നേരത്തെ ഈ വീട്ടിൽ നിന്നും, കവർച്ച നടന്ന വീട്ടിൽ നിന്നും 16ഓളം വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. ഒപ്പം അയൽവാസികളൊക്കെ ആയ 23 പേരുടെ വിരലടയാളമാണ് ശേഖരിച്ചിരുന്നത്. അത്തരത്തിൽ ആ വിരലടയാളമാണ് ഇതിൽ കേസിൽ നിർണായകമായത്. അതിനൊപ്പം പോലീസ് നായ മണം പിടിച്ച് വീടിന് പുറകിലുള്ള വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. ആ വഴിയിൽ തന്നെയാണ് ഇയാളുടെ വീടും. ഏതായാലും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം വളപട്ടണം സ്റ്റേഷനിലേക്ക് ഈ കവർച്ച നടത്തിപ്പോയി. മറ്റ് ഈ പരിസര പ്രദേശങ്ങളിലെ ഏതെങ്കിലും ഒരു CCTV പോലും ഈ ദൃശ്യങ്ങൾ, ഈ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. അത് തന്നെയാണ് പോലീസിനെ സംശയിച്ചതും. ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരാൾ, വീടുമായി അടുത്ത ബന്ധമുള്ള അയാൾ, അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാൾ ഈ കവർച്ച നടത്തിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. കാരണം 19-ാം തീയതിയാണ് കുടുംബം വീട് ഇത്തരത്തിൽ പൂട്ടി മധുരയിലെ ഒരു വിവാഹ സൽക്കാരത്തിന് പോയത്. 20-ാം തീയതി ഈ കവർച്ച നടക്കുന്നു. ഞായറാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കവർച്ച നടന്ന വിവരം ഈ വീട്ടുടമ അറിയുന്നത്. വീട്ടിന് പുറകുവശത്തെ ഈ ഗ്രിൽസ് അത് തകർത്ത് ആ വീടിനകത്ത് കയറി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറിന്റെ താക്കോലെടുത്ത് ഈ ലോക്കർ തുറന്നായിരുന്നു കവർച്ച നടത്തിയത്. അതായത് 40 മിനിറ്റ് നേരം കൊണ്ട് ഇയാൾ ഈ 300 പവൻ സ്വർണ്ണാഭരണവും അതുപോലെ തന്നെ പണവും കവർന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പോലീസിന് കൃത്യമായി തുടക്കത്തിൽ തന്നെ ഇത് വീടുമായി അടുത്ത് ബന്ധമുള്ള ഒരാളെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ സാധിച്ചു. അത് മാത്രമല്ല, ഈ കവർച്ച നടന്നതിന് പിറ്റേ ദിവസം, അത് കഴിഞ്ഞ് പിറ്റേ തൊട്ടടുത്ത ദിവസം ഇയാൾ വീണ്ടും ഈ വീട്ടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തെളിവുകൾ ബാക്കിയായിട്ടുണ്ടോ എന്നറിയാനാണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി മുഖം മറച്ച നിലയിലായിരുന്നു. ഇയാളെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ, ശാസ്ത്രീയമായ തെളിവുകളിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം 9 മണിയോടുകൂടി ഉണ്ടാവും. വിശദമായി ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഏതായാലും പ്രതി പിടിയിലായിരിക്കുന്നു. ലിജീഷ് ഈ വീടിന് തൊട്ട് സമീപത്തെ മന്നയിലെ തന്നെ കൃത്യമായിട്ട് ഈ അഷ്റഫും കുടുംബവും അവിടെ ഇല്ല, ഇത്ര ദിവസത്തിനുള്ളിലേ മടങ്ങി വരത്തുള്ളൂ. ആ സമയം കൊണ്ട് കൃത്യമായി അത് മോഷ്ടിക്കുക, അതിനുശേഷം ആ തെളിവ് നശിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് അതുപോലെ നടപ്പിലാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു CCTV ഇത്രയും ബന്ധവസായ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു CCTV പോലും അയാളുടെ മുഖം പതിയാത്തത്, അല്ലേ? തീർച്ചയായും കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ കവർച്ച നടത്തിയത്. മാത്രമല്ല, ഇയാളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇയാൾ ഒരു വെൽഡറാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് കൃത്യമായി തകർത്ത് വീടിനകത്ത് കയറുന്നു. അതായത് നേരത്തെ തന്നെ ഈ വീടിന് ചുറ്റും ക്യാമറകളാണ്. ആ ക്യാമറകളിലെല്ലാം
പെട്ടാൽ പോലും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖംമൂടിയൊക്കെ ധരിച്ച് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കവർച്ച നടത്തിയത്. പക്ഷേ അപ്പോഴും ഈ പ്രതി കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായ പ്രതിയെ കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. അതിൽ വിരലടയാളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരലടയാളം വലിയ നിർണായക തെളിവായി. ഒപ്പം ഡോഗ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയും വലിയ തെളിവായി. ആ ഡോഗ് സ്ക്വാഡ് കൃത്യമായി മണം പിടിച്ച് ഇയാളുടെ വീട്ടിൽ സമീപത്തു കൂടിയാണ് കടന്നുപോയത്. ആ ഇയാളെ പരിസരത്തു നിന്നും ഇയാളെ പോലീസ് അതിനുശേഷം കൃത്യമായി മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. മാത്രമല്ല ലിജീഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ പോലീസ് അത് പരിശോധിച്ചതിൽ നിന്നും കൂടുതൽ തെളിവുകൾ കിട്ടി. അതോടുകൂടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ലിജീഷിനെ വളവട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തും. ഈ 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും അത് വലിയ ആശ്വാസമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഈ കേസിൽ തുടക്കത്തിൽ തന്നെ വലിയ ദുരൂഹതയുണ്ടായിരുന്നു. ഈ 3 പേരാണ് കവർച്ച നടത്തിയെന്ന് പോലീസ് ആദ്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അത് 2 പേരുടെ ദൃശ്യങ്ങൾ എന്ന് പോലീസ് പറയുന്ന കാര്യത്തിലേക്ക് എത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് അത് കൃത്യമായി ഒരാൾ മാത്രമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഈ കവർച്ചയിൽ എന്തെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഇനി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഏതായാലും അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 10 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി പോലീസ് എത്തി ആദ്യം പരിശോധന നടത്തി, ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുമ്പോൾ പോലീസിനെ ആദ്യം ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ ലിജീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കാണ് പോലീസ് നായ പോയത്. അതുകൊണ്ട് തന്നെ പ്രതി അവിടെ നിന്നും ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകാമെന്ന രീതിയിലുള്ള നിഗമനത്തിലേക്കൊക്കെ പോലീസ് ആദ്യ ഘട്ടത്തിൽ എത്തിയിരുന്നു അല്ലെ. എങ്കിൽ പോലും ഇത്ര ഒരു വലിയ വീട്ടിൽ ഇങ്ങനെ ഒരു കവർച്ച നടത്തണമെങ്കിൽ അത് അടുത്തറിയുന്ന ആളായിരിക്കണം എന്ന രീതിയിലുള്ള അന്വേഷണവും അപ്പോൾ തന്നെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. കാരണം ഡോഗ് സ്ക്വാഡ് കൃത്യമായി വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ആ മണം പിടിച്ച് എത്തിയത്. ആ പരിസരത്ത് തന്നെയാണ് ഇയാളുടെ വീട് എന്നതും ഏറ്റവും പ്രത്യേകതയുണ്ട്. ഈ പോലീസ് നായ കടന്നുപോയത് ഇയാളുടെ വീട്ടിന് മുന്നിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ആ പരിസര പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിരുന്നു. ഏതായാലും ആ പരിസരത്തെ വീടിന് തൊട്ടടുത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരാളെ പോലും CCTV ക്യാമറകൾ പതിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാവ് ഈ വീടിന് സമീപത്ത് തന്നെ ഉണ്ടാകും എന്ന നിഗമനം പോലീസ് തുടക്കത്തിൽ തന്നെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ വീട്ടിൽ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ ലിജീഷിനെ തിരിച്ചറിയുന്ന രീതിയിലായിരുന്നില്ല. അത് കൃത്യമായി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രണം ചെയ്ത് ഓരോ ക്യാമറകളും ഇന്ന ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ പെട്ടാൽ പോലും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മുഖം മറച്ച് ആയിരുന്നു ഈ കവർച്ച നടത്തിയത്. അത് പോലീസ് കൃത്യമായി ആ CCTVയെ പരിശോധിച്ചപ്പോൾ 40 മിനിറ്റ് നേരം ഇയാൾ ഈ വീടിനകത്ത് ചെലവഴിച്ചു. കൃത്യം 40 മിനിറ്റിനകം ഈ കവർച്ച നടത്തി ഈ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പോലും പോലീസിന്റെ ഒരു സംഘം അന്വേഷണം നടത്തിയിരുന്നു. കാരണം ഈ ലോക്കർ തുറക്കാൻ വലിയ പ്രയാസമാണ്. ഈ ലോക്കർ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് 40 മിനിറ്റിനകത്ത് തന്നെ കവർച്ച നടത്തി ഈ സ്വർണം കൊണ്ട് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ ലോക്കർ കമ്പനിയുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അവിടത്തേക്ക് ഒരു സംഘം പോയിരുന്നു. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇയാൾ നേരത്തെ ഏതെങ്കിലും വലിയ കവർച്ചകളോ അതല്ലെങ്കിൽ മോഷണവുമായി ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അത് പോലീസ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും 9 മണിയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുക. ആ രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ചോദിച്ച് അറിയുന്നുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്നായിരുന്നു ഇത്. 19-ാം തീയതിയാണ് കുടുംബം ഇത്തരത്തിൽ വീട് വിട്ടു പോയത്. വീട്ടിൽ ആരുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഈ പണം ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം സ്വർണം ഇതിനകത്തുണ്ട് എന്ന് വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഇത് മനസ്സിലാക്കിയാണ് ഈ കവർച്ചയിടുന്നതെന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ പോലീസിന് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു. അത് തന്നെയാണ് ഈ കേസിൽ പ്രതിയെ ഇപ്പോൾ പിടികൂടാനും സാധിച്ചത്. ഏതായാലും ഞായറാഴ്ചയാണ് കുടുംബം തിരിച്ചെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് എത്തിയത്. ആ ഞായറാഴ്ച എത്തിയപ്പോൾ ഇത്തരത്തിൽ കവർച്ച നടന്ന ഒരു വിവരം അറിയുകയും പിന്നീട് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഏതായാലും കൂടുതൽ
ഇതിൽ 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളും കളവുപോയി എന്നാണ്, മോഷണം പോയി എന്നാണ് പരാതി. അതിൽ കൂടുതൽ സ്വർണം ഇയാൾ എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ കൂടുതൽ പണം ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതേതായാലും ഈ രജീഷിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ പോലീസിന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഏതായാലും അരി മൊത്ത വ്യാപാരിയാണ് അഷ്റഫ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുക ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അത്രയും വലിയ പണം വീട്ടിൽ സൂക്ഷിക്കാവോ? പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും. എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് നൽകും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.